ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തെരഞ്ഞെടുപ്പ് വർഷമാണ്. കേരളത്തിന് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന എയിംസ്, അതിവേഗ റെയിൽ, ശബരിപാതയ്ക്കുള്ള സഹായം, വിഴിഞ്ഞത്തിനുള്ള സഹായം, ഇതൊന്നും ഇത്തരം ഒരു പ്രഖ്യാപനങ്ങളുമില്ലാതെ, പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതാണ്. ഇതൊന്നുമില്ലാതെ അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അനുജ, ഇത്തവണ കേന്ദ്ര ബജറ്റിലേക്ക് പോകുമ്പോൾ പതിവിൽ കൂടുതൽ പ്രതീക്ഷകൾ കേരളത്തിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനവും ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ ബീഹാറിന് വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. സമാനമായി ഇത്തവണയും BJPക്ക് താല്പര്യം ഉള്ള 3 സംസ്ഥാനങ്ങളാണ്. നിലവിൽ പ്രതിപക്ഷം ഭരിക്കുകയും BJP അധികാരത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന 3 സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും. അതുകൊണ്ട് തന്നെ സമാനമായി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വിജയത്തിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ. എന്നാൽ അതിലൊന്നും തന്നെ, ആ പ്രതീക്ഷയിലൊന്നും തന്നെ കാര്യമായ പ്രഖ്യാപനങ്ങളിൽ കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ബജറ്റ് പ്രസംഗത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രഖ്യാപനം എന്നുള്ളത് ധാതു ഇടനാഴിയാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള ധാതു ഇടനാഴിയാണ് കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ ഒരു പ്രധാന പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ ധാതു ഇടനാഴിയാകട്ടെ സംസ്ഥാന ബജറ്റിൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. കേരളം കാത്തിരുന്ന ഒരു പദ്ധതി എന്നുള്ളത് അതിവേഗ റെയിൽ ഇടനാഴിയായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മന്ത്രി പി രാജീവ് ഒരു സംശയം പ്രകടിപ്പിച്ചത് ഇവിടെ നിന്നുള്ള ധാതു സമ്പത്ത് കൊണ്ടുപോകാനാണോ ഈ ഇടനാഴി എന്ന് പോലും സംശയിക്കുന്നുണ്ട് എന്നാണ്. തീർച്ചയായും അനുജ, ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബജറ്റിൻ്റെ കൂടുതൽ പൂർണ്ണമായ പരിശോധനയിലൂടെ മാത്രമേ ഇത്തരത്തിൽ കൂടുതൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. അതേസമയം പ്രഖ്യാപനത്തിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. കേരളം പതിവിലും കൂടുതൽ പ്രതീക്ഷ ഇത്തവണ പുലർത്തിയിരുന്നു. എന്നാൽ അതെല്ലാം നിരാശരാക്കുന്ന തരത്തിലുള്ള ബജറ്റ് എന്ന പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് MP-മാരിൽ നിന്നും. എങ്ങനെയാണ് ബജറ്റ് ഇത്തവണ കാണുന്നത്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളാരും ഇതിൻ്റെ അകത്ത് ഈ ഗവൺമെൻറ് കേരളത്തിനെ പ്രത്യേകിച്ച് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ടോ എന്ന് പോലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ബഡ്ജറ്റിനെ കുറിച്ച് പൊതുവേ നമ്മൾ പറയും നിരാശാജനകമാണെന്ന്. ഇത് നിരാശാജനകം മാത്രമല്ല, ഇത് സീറോയാണ് ഈ ബഡ്ജറ്റ്. കേരളത്തെക്കുറിച്ച് പറയാവുന്ന, പരാമർശിക്കാവുന്ന ചില മേഖലകളിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കടന്നുപോയി വായനയിൽ. അതിലൊന്ന് നമ്മുടെ കോസ്റ്റൽ ഏരിയയെക്കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ടൂറിസത്തെക്കുറിച്ചിട്ടാണ്, മറ്റൊന്ന് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ഹെൽത്തിനെ കുറിച്ചിട്ടാണ്, മറ്റൊന്ന് ഷിപ്പ് റിപ്പയർമെൻറ്റിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ള ചില മേഖലകളുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ മേഖലയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കോസ്റ്റൽ മേഖലയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഷിപ്പ് റിപ്പയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അവിടെയാണ് വിക്രാന്ത് പോലെയുള്ള ഷിപ്പിൻ്റെ റിപ്പയർമെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിപ്പ് റിപ്പയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വാരാണസിയിൽ ഷിപ്പ് റിപ്പയർമെൻ്റ് ഒരു യൂണിറ്റ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാരാണസിയും പാറ്റ്നയിലും. അതുപോലെ തന്നെ ടൂറിസം, ഏറ്റവും വലിയ ടൂറിസ്റ്റ് സങ്കേതമാണ് കേരളം. ആ ടൂറിസ്റ്റ് സങ്കേതത്തെക്കുറിച്ച് സീപ്ലെയിനെ കുറിച്ച് പറഞ്ഞു. കേരളം എത്രയോ നാൾ മുമ്പ് സീപ്ലെയിൻ പരീക്ഷിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ഒരു സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളും MP-മാരും കേരള ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ആവശ്യവും പരിഗണിച്ചിട്ടില്ല. ഹൈ സ്പീഡ് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞു. 7 ഹൈ സ്പീഡ് കോറിഡോർ അനൗൺസ് ചെയ്തു. അതിൽ കേരളത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. AIMS എയിംസ് എന്നത് കേരളത്തിൻ്റെ സ്വപ്നമാണ്. ഈ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ആയുർവേദ എയിംസിനെ കുറിച്ച് പറഞ്ഞു. ആയുർവേദ എയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പ്രതിപാദിക്കേണ്ട സംസ്ഥാനമാണ് ഈ കേരളം. കാര്യം ആയുർവേദ രംഗത്ത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ്, പ്രദേശമാണ് കേരളം. ആ കേരളത്തെക്കുറിച്ച് ഈ എയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്പോർട്സ്, നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ സ്പോർട്സിൻ്റെ മേഖലയിൽ അത് ട്രാക്ക് ആൻഡ് ഫീൽഡ് എടുത്താലും ഗെയിംസ് എടുത്താലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യമാണ്. ഞങ്ങളെപ്പോലെ MP-മാർ പലവട്ടം ആവശ്യപ്പെട്ടതാണ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ആയുർവേദ എയിംസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇവിടുത്തെ പിൽഗ്രിമേജ് ടൂറിസം, ഏറ്റവും കൂടുതൽ പിൽഗ്രിമേജ് ടൂറിസം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം, പരാമർശിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നമ്മളിപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഒന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ
കണക്ടിവിറ്റിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും തോന്നത്തക്ക തലത്തിലല്ല ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിരാശരാണ് ഞങ്ങൾ. നിർഭാഗ്യമായി പോയി. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരന്തരമായി പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും കേരളത്തെക്കുറിച്ച് പരാമർശിക്കാതെ കടന്നുപോയ ഈ ബഡ്ജറ്റിന് കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണനയല്ല, കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു എതിർപ്പും പ്രതിഷേധവുമാണ് ഈ ഗവൺമെൻറ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുജ, ഇത്തരത്തിൽ നിരാശ എന്നല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു എതിർപ്പാണ് ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന കടുത്ത പ്രതികരണമാണ് ബെന്നി ബെഹനാൻ MP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ ഒരു ബജറ്റിനോടുള്ള പ്രതികരണമായി ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതെല്ലാം തന്നെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറെ ഈ 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് സംസ്ഥാനം നൽകിയിരുന്നു. അതിൽ അനുഭാവപൂർവമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് MP-മാർ പ്രതികരിക്കുന്നത്. ഒട്ടേറെ പദ്ധതികൾ ഇത്തവണ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിൽ ഒന്നും തന്നെ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ വിവിധ MP-മാർ നിരാശ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? കേരളം വലിയ പ്രതീക്ഷ ഇത്തവണ പുലർത്തിയിരുന്നു ഈ ബജറ്റിൽ. കേരളത്തെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയുടെ മാപ്പിൽ കേരളം ഉള്ളതായിട്ട് അംഗീകരിക്കാൻ മടിയുള്ളത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡല്ലേ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം ബഡ്ജറ്റിലെ ചില ടേംസുമായിട്ട് തന്നെ കോറിലേറ്റ് ചെയ്താൽ പറയാൻ പറ്റാവുന്നത് കേരളത്തിൻ്റെ വികസനം ആമയുടെ വേഗത്തിൽ മതിയെന്നാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. വേഗത്തിൽ വേണ്ട എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഹൈസ്പീഡ് റെയിൽവേ കൊറിഡോർ 7 മെൻഷൻ ഉണ്ടായി, കേരളത്തെ മെൻഷൻ ചെയ്യുന്നില്ല. എയിംസ് കേരളത്തിന് എന്നോ പറയാൻ തുടങ്ങിയതാണ്, ഇനിയും അത് എവിടെയാണെന്ന് ഡിക്ലെയർ ചെയ്തതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊരു തീരുമാനം വ്യക്തത ഉണ്ടാവുന്നില്ല. അപ്പോൾ കേരളത്തെ കണ്ണിൽ കാണാത്ത, കേരളം കണ്ണിൽ പെടാത്ത തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് വെച്ച് പുലർത്തുന്നത്. മാത്രമല്ല, സ്വതുവെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതീക്ഷ യുവാക്കൾക്കുള്ളത്? നമ്മുടെ പ്രവാസി സമൂഹത്തിന് എന്താ ഉള്ളത്? സത്യം പറഞ്ഞാൽ ധനമന്ത്രിക്ക് തന്നെ ബോറടിച്ചു പോയിട്ടുള്ളൊരു ബജറ്റാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ അവതരണവും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. അവർക്ക് പോലും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒരു സെക്ടറിനെ ഉത്തേജിപ്പിക്കുന്ന ഒന്നും കാര്യമായിട്ട് പറയാനില്ലാത്തത്. നാളികേരം കശുവണ്ടി വികസനം ആണ് പ്രധാനമായി എടുത്തു പറഞ്ഞത്. പിന്നീട് ഈ കടലാമ MP-മാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം നിരാശാജനകം എന്നുള്ളതാണ്. കേരളത്തെ വിട്ടുകളഞ്ഞ ബജറ്റ് എന്നതാണ് പ്രതികരണം. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.